ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഫെബ്രുവരി 20 ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ സപ്തമി. ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ സപ്തമി ദിനം നമ്മൾ ശബരി ജയന്തിയായിട്ടാണ് ആചരിക്കുന്നത്. ആരാണ് ശബരി? എന്തിനാണ് നമ്മൾ ശബരി മാതാവിനെ ഓർക്കേണ്ടത്? രാമായണത്തിലാണ് ശബരി മാതാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആരാണ് ശബരി മാതാവ്? മാതംഗ മുനിയുടെ ശിഷ്യയായിരുന്നു ശബരി മാതാവ്. വനവാസകാലത്ത് സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയതിനു ശേഷം ശ്രീരാമചന്ദ്രനും അനുജനായ ലക്ഷ്മണനും സീതാദേവിയെ അന്വേഷിച്ചു നടക്കുന്നതിനിടയിലാണ് ശബരിയെ കണ്ടുമുട്ടുന്നത്. ശബരി വലിയ ശ്രീരാമഭക്തയായിരുന്നു. അതുകൂടാതെ മാതംഗ മുനിയുടെ ശിഷ്യയായിരുന്നു. മാതംഗ മുനിയെ ശുശ്രൂഷിച്ച് മാതംഗ മുനിയുടെ ആശ്രമത്തിൽ ജീവിച്ചിരുന്ന ശബരിയോട് മാതംഗ മുനി തൻ്റെ ശരീരം ഉപേക്ഷിച്ച് വൈകുണ്ഠലോകം പ്രാപിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു: ഇവിടെ തന്നെ കഴിയുക. അതായത് മാതംഗ മുനിയുടെ ആശ്രമത്തിൽ തന്നെ ശബരി കഴിഞ്ഞുകൂടുക. രഘുപതി ശ്രീരാമചന്ദ്രൻ ഇവിടെ അധികം താമസിയാതെ എത്തിച്ചേരും. രാമനെ കാണുമ്പോൾ ശബരി, നീ ചെയ്ത സകല പാപങ്ങളിൽ നിന്നും നിനക്ക് മോചനം ലഭിക്കും എന്ന് പറഞ്ഞിട്ടാണ് മാതംഗ മുനി വൈകുണ്ഠത്തിലേക്ക് യാത്രയായത്. തൻ്റെ ഗുരുവായ മാതംഗ മുനിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് നിരന്തരം രാമനാമം ജപിച്ചുകൊണ്ട് ഇന്നു രാമൻ വന്നാലോ എന്നു കരുതി രാമന് സമർപ്പിക്കാൻ പൂക്കളും പഴങ്ങളും ശേഖരിച്ചു വെച്ചുകൊണ്ട് ഓരോ ദിവസവും ശബരി കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശബരിയുടെ ആശ്രമത്തിലേക്ക് ശ്രീരാമചന്ദ്രൻ എത്തിച്ചേരുകയാണ്. ശ്രീരാമചന്ദ്രനെ കണ്ട ശബരി രാമനെ പൂജിക്കുന്നു. ശബരിക്കറിയാവുന്ന വിധത്തിലുള്ള നാമങ്ങളൊക്കെ ജപിക്കുന്നു. ശബരി ഓരോ ദിവസവും ധാരാളം പൂക്കളും പഴങ്ങളും ശേഖരിച്ചു വെക്കുമായിരുന്നു. തൻ്റെ ഭഗവാന് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്. ഭഗവാനെ കണ്ടപ്പോൾ ആ മാതാവ് താൻ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഓരോ പൂക്കളും എടുത്ത് മണത്തു നോക്കുന്നു. എന്നിട്ട് ഏറ്റവും സുഗന്ധമുള്ള പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു. താൻ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഓരോ പഴങ്ങളും എടുത്ത് കഴിച്ചു നോക്കുന്നു. അതിൽ ഏറ്റവും മധുരമുള്ളതും ഏറ്റവും നല്ലതുമായ പഴങ്ങൾ ഭഗവാന് കൊടുക്കുന്നു. ശബരി മണത്തു നോക്കിയ പൂക്കൾ ശ്രീരാമചന്ദ്രൻ സ്വീകരിക്കുന്നു. ശബരി കടിച്ചിട്ട് മധുരമുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനുശേഷം ശ്രീരാമചന്ദ്രന് സമർപ്പിച്ച ആ പഴങ്ങൾ ശ്രീരാമചന്ദ്രൻ അമൃത് പോലെ ഭക്ഷിക്കുന്നു. അതിനുശേഷം ശ്രീരാമചന്ദ്രൻ ശബരി മാതാവിനെ അനുഗ്രഹിക്കുന്നു. രാമനെ കാണുമ്പോൾ എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോചനം കിട്ടും എന്നാണ് മാതംഗ മുനി ശബരിയോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ രാമനോട് തന്നിൽ പ്രസാദിക്കണമേ എന്നും തനിക്ക് ദേഹഗതി നൽകണേ എന്നും പ്രാർത്ഥിക്കുന്നു. നാരായണ സ്മരണയോടെ കൈതൊഴുതുകൊണ്ട് നിന്ന ശബരി മാതാവിനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം ശബരി മാതാവ് സ്വയം നിർമ്മിച്ച അഗ്നികുണ്ഡത്തിലേക്ക് നടന്നു കയറുന്നു. അങ്ങനെ ശബരി മാതാവ് തൻ്റെ ശരീരം അഗ്നിയിൽ ഉപേക്ഷിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ശബരി മാതാവിന് വൈകുണ്ഠലോകം പ്രാപ്യമായി തീരുന്നു.
ശബരിയുടെ ധൈര്യം കണ്ട് ശ്രീരാമചന്ദ്രൻ പോലും അത്ഭുതപ്പെട്ടു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ആ ശരീരം കനൽക്കട്ടയായി മാറുന്നത് രാമനും അനുജൻ ലക്ഷ്മണനും അത്ഭുതത്തോടുകൂടി നോക്കി നിന്നുപോയി. ആരുടെ ഭാഗ്യത്തെപ്പറ്റി എന്തു പറയാൻ? ആരെ സ്മരിക്കുമ്പോൾ മുക്തി ഉണ്ടാകുമോ ആ ശ്രീരാമചന്ദ്രനെ നേരിൽ കണ്ട് ശബരി തൻ്റെ ശരീരം വെടിയുകയാണ്. അങ്ങനെ രാമപ്രസാദത്താൽ സകല പാപങ്ങളും നശിച്ച് ശബരി മാതാവ് വൈകുണ്ഠലോകം പ്രാപിച്ചു. ഇവിടെ ശ്രീരാമചന്ദ്രൻ വലിയൊരു കാര്യമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്തിനാണ് ശബരി മാതാവ് ഭക്ഷിച്ചതിനു ശേഷം കൊടുത്ത ആ പഴങ്ങൾ ശ്രീരാമചന്ദ്രൻ ഭക്ഷിച്ചത് എന്ന് ലക്ഷ്മണൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. ലക്ഷ്മണന് രാമൻ്റെ ഈ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ശബരി മാതാവിൻ്റെ ദേഹത്യാഗത്തിന് ശേഷം ലക്ഷ്മണൻ ചോദിക്കുന്നു, എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്ന്. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവിടെ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം? ഭക്തിക്കാണ് കൂടുതൽ പ്രാധാന്യം. ശബരി മാതാവ് നിരക്ഷരയാണ്. അവർക്ക് എങ്ങനെ പൂജ ചെയ്യണമെന്നോ എങ്ങനെ നാമം ജപിക്കണമെന്നോ ഏതൊക്കെ രീതിയിലാണ് ഭഗവാനെ പൂജിക്കേണ്ടതെന്നോ എങ്ങനെ പ്രസാദം കൊടുക്കണമെന്നോ ഒന്നും തന്നെ യാതൊരു നിശ്ചയവുമില്ല. അവരുടെ കൈമുതലായി ആകെ ഉണ്ടായിരുന്നത് എന്താണ്? ഭഗവാനോടുള്ള അടങ്ങാത്ത ഭക്തി, അടങ്ങാത്ത സ്നേഹം. അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാതാവിൻ്റെ കയ്യിൽ. അതുമാത്രം മതിയായിരുന്നു ഭഗവാന്. നമ്മൾ സാധാരണയായി പറയും, ഭഗവാന് സമർപ്പിക്കാൻ കൊണ്ടുപോകുന്ന പുഷ്പങ്ങൾ മണപ്പിച്ചു നോക്കാൻ പാടില്ല. ഭഗവാന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന പ്രസാദങ്ങൾ ഒരു കാരണവശാലും ഭഗവാന് സമർപ്പിക്കുന്നതിന് മുമ്പ് കഴിച്ചു നോക്കാൻ പാടില്ല. കാരണം മനുഷ്യൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതെന്താകും? എച്ചിലാകും. ഒരിക്കലും ആ എച്ചില് ഭഗവാന് കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശബരി മാതാവ് എന്താണ് ചെയ്തത്? അങ്ങനെ ചെയ്തിട്ട് കൊടുത്ത ആ പഴങ്ങളും പുഷ്പങ്ങളും ഭഗവാൻ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചില്ലേ? അതിൽ നിന്നും നമ്മളെ എന്താണ് ഭഗവാൻ പഠിപ്പിച്ചു തരുന്നത്? ഇതിലൊന്നുമല്ല കാര്യം, ഭക്തിയിലും സ്നേഹത്തിലുമാണ് കാര്യമെന്ന്. നമ്മൾ പറയും, പീരീഡ്സ് ആയിരിക്കുമ്പോൾ വ്രതമെടുക്കാൻ പാടില്ല, നാമം ജപിക്കാൻ പാടില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണ് നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത്? രജസ്വലയായിരിക്കുന്ന ദ്രൗപദിയെ ആരാണ് രക്ഷിച്ചത്? ദ്രൗപദി ആരെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചത്? രജസ്വലയായിരിക്കുന്നത് കൊണ്ട് എനിക്ക് രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞോ? ഇല്ല. ദ്രൗപദി ഭഗവാനെയല്ലേ വിളിച്ച് കരഞ്ഞത്? 5 ഭർത്താക്കന്മാർ നോക്കിയിരിപ്പുണ്ട്, വീരന്മാർ. കൗരവ സദസ്സിലെ വളരെ വലിയ പ്രമുഖർ ഇരിപ്പുണ്ട്. ദ്രോണരും ഭീഷ്മരും വിതുരരും ശല്യരും ഒക്കെ ഇരിപ്പുണ്ട്. എന്നിട്ട് ആരാണ് രജസ്വലയായിരിക്കുന്ന ദ്രൗപദിയെ രക്ഷിക്കാനായി എത്തിയത്? സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീഹരിയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കഥകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഭക്തിക്കാണ് ഏറ്റവും പ്രാധാന്യമെന്ന്. നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, ഏകാദശി വ്രതം എടുക്കുന്ന സമയത്ത് അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി, ദോഷമാണോ? ഒരിക്കലും ദോഷമല്ല. നമുക്ക് മരുന്ന് കഴിക്കണം, അതല്ലെങ്കിൽ നമുക്ക് ക്ഷീണമുണ്ട്, നമ്മളൊന്ന് ഉറങ്ങിപ്പോയി എന്ന് കരുതി ഭഗവാൻ ഒരിക്കലും നമ്മളോട് കോപിക്കുകയില്ല. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റാൽ മാത്രം മതി. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കല്ല ഇവിടെ സ്ഥാനം. ശരിയായ ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ആരാണോ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ആരാണോ ഭഗവാനിൽ വിശ്വാസമർപ്പിച്ചു ജീവിക്കുന്നത്, ആരാണോ തൻ്റെ ഭക്തരെ സഹായിക്കുന്നത്, അവരോടാണ് ഭഗവാന് ഏറ്റവും പ്രിയം. ഭഗവാന് ഏറ്റവും ഇഷ്ടം തൻ്റെ ഭക്തരോടാണ്. ഭഗവാന് ഭക്തരെക്കാൾ കൂടുതൽ ഇഷ്ടമുള്ള ആളുകളുണ്ട്. അതാരാണെന്നറിയാമോ? ഭക്തരെ സേവിക്കുന്നവരോടാണ് അതിലും കൂടുതൽ ഭഗവാൻ ഇഷ്ടം. പലർക്കും അതറിയാം. അതുകൊണ്ടാണ്
നിശബ്ദമായി നമ്മൾ മഹാക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ വളരെ നിശബ്ദമായി അവിടെ നിന്ന് സേവ ചെയ്യുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് തൊഴുന്നില്ല, അവരൊന്നും ചെയ്യുന്നില്ല. അവരെന്താണ് ആകെ ചെയ്യുന്നത്? ഭഗവാനെ തൊഴാനായി വന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ സൗകര്യങ്ങളാണോ വേണ്ടത് അത് ചെയ്തു തരുന്നു. നമ്മൾ തിരുപ്പതിയിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ധാരാളം സേവനം ചെയ്യുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും. അവരോടാണ് അവിടെ ക്യൂ നിന്ന് 300 രൂപയും 500 രൂപയും 1000 രൂപയൊക്കെ കൊടുത്ത് ടോക്കൺ എടുത്ത് അവിടെ പോയി നിന്ന് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിന്ന് തൊഴുന്ന നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ ഭഗവാൻ ഇഷ്ടം. കാരണം ഭഗവാനെ കാണാൻ വേണ്ടി നടന്നും മല കയറിയും ടോക്കൺ എടുത്തും കൂപ്പൺ എടുത്തുമൊക്കെ ചെല്ലുന്ന നമ്മളെ പോലെയുള്ള ആളുകളെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഭഗവാന്റെ അടുത്തേക്ക്, ആ ശ്രീകോവിലിനടുത്തേക്ക് നമ്മളെ എത്തിച്ചു തരുന്ന ആ സേവനം ചെയ്യുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഭഗവാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും. നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ നോക്കാനായി കണ്ണിലുണ്ണിയെപ്പോലെ കാത്തു സംരക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു ആയയുണ്ട് എന്ന് കരുതുക. നമ്മൾ കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുമ്പം നമ്മൾ നോക്കുന്നതിനേക്കാൾ കാര്യമായി ആ കുഞ്ഞിനെ ആ സ്ത്രീ നോക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയോട് നമുക്ക് എന്തുണ്ടാകും? വലിയ സ്നേഹമുണ്ടാകും. അവരെ വിട്ടുകളയാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അതുപോലെയാണ് ഭഗവാന്റെ കാര്യവും. കാരണം ഭഗവാനെ കാണാനെത്തുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആരാണോ അവരോട് ഭഗവാൻ എന്തുണ്ടാകും? വലിയ സ്നേഹമുണ്ടാകും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സഹജീവികളോട് കരുണ കാണിക്കണം. ക്ഷേത്രങ്ങളിൽ പോയി തൊഴുമ്പോൾ എനിക്ക് ആദ്യം ഭഗവാനെ കാണണം എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള ആളുകളെയെല്ലാം തെള്ളി മാറ്റിയിട്ട് ഓടി മുമ്പോട്ട് പോയാൽ ശ്രീകോവിലിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ആ തിരുവിഗ്രഹം നമുക്ക് കാണാൻ സാധിച്ചേക്കാം. പക്ഷേ ഭഗവാൻ എവിടെയായിരിക്കും നോക്കുന്നത്? നമ്മൾ തള്ളിയിട്ട ആളുകളെ ആയിരിക്കാം ഭഗവാൻ എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. നമുക്ക് കാണാൻ സാധിച്ചേക്കാം, പക്ഷേ ഭഗവാൻ നമ്മളെ കാണണമെന്നില്ല. നമ്മളായാലും അങ്ങനെയല്ലേ? ആരെങ്കിലും ഒരു അപകടം സംഭവിച്ച് ആ അപകടത്തിൽ താഴെ വീണിരിക്കുമ്പോൾ ആ അപകടം സംഭവിച്ച് താഴെ വീണിരിക്കുന്ന ആളിലേക്കായിരിക്കാം നമ്മുടെ ശ്രദ്ധ കൂടുതലായും പതിയുന്നത്. അതുതന്നെയാണ് ഭഗവാനും ചെയ്യുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ വരിയൊക്കെ നിൽക്കുമ്പോൾ ആരെയും തള്ളിയിട്ടിട്ട് മുമ്പോട്ട് ഓടിപ്പോയി ആദ്യം കാണണം എന്ന് ശഠിക്കരുത്. നമ്മുടെ കൂടെ ഏതെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഒക്കെ മുമ്പോട്ട് നീക്കി നിർത്തി, പ്രായമായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വളരെ ഭക്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ക്ഷമയോടുകൂടി ഭഗവാനെ ദർശിക്കുവാനായി പോയാൽ തീർച്ചയായിട്ടും ഭഗവാൻ എന്തു ചെയ്യും? നമ്മളോട് കൂടുതൽ കാരുണ്യമുള്ളവനായിത്തീരും. അതുകൊണ്ടാണ് ഇവിടെ ശബരി മാതാവിന് വളരെയധികം പ്രാധാന്യം ഉള്ളത്. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പണിതപ്പോൾ അവിടെയും ശബരി മാതാവിന് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2025 ഫെബ്രുവരി 20 എല്ലാവരും ശബരി മാതാവിനെയും ശ്രീരാമചന്ദ്രനെയും ശബരി മാതാവിൻ്റെ ഭക്തിയെയും പറ്റി ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ ഓരോരുത്തരും ശബരി മാതാവിനെ പോലെ നിഷ്കളങ്കമായി ഭഗവാനെ സ്നേഹിക്കുവാനായി ശീലിക്കുക. പൂർണ്ണമായും മനുഷ്യരൂപത്തിലുള്ള ശ്രീരാമചന്ദ്രനെ ഓർത്ത് രാമനാമം ജപിച്ച് അന്നേ ദിവസം കഴിഞ്ഞുകൂടുന്നതിനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.